എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ള പോലത്തെ ബ്ലാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ വെച്ചിട്ട് വരുന്ന ഒരു നോർമൽ എയർലൈൻ കുർത്തിയാണ്. അതിന് ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് റെഫറൻസ് വീഡിയോ ആണ്. അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്റർ കോട്ടന്റെ ഫാബ്രിക് ആണ്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. ക്ലോത്ത് എടുക്കുന്ന സമയത്ത് വിഡ്ത്തുള്ള ക്ലോത്ത് തന്നെ എടുക്കുക കേട്ടോ. ഒരു 44 ഇഞ്ച് 46 ഇഞ്ചൊക്കെ വിഡ്ത്തുള്ള ക്ലോത്ത് എടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വിടുത്തുള്ള ക്ലോത്ത് തന്നെ എടുക്കും. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 3/4 സ്ലീവ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 18 ഇഞ്ചാണ് ലെങ്ത്, ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം 18 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കറക്റ്റ് തുണീനെ രണ്ടാക്കിയിട്ടാണ് കേട്ടോ. അതായത് 3 മീറ്റർ ക്ലോത്ത് മൊത്തമായിട്ട് നിവർത്തിയിട്ട് ആ ഉള്ള തുണിനെ ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഏകദേശം ഒരു ഏറെക്കുറെ 1/2 മീറ്റർ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലീവിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. 3/4 സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫുൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ തന്നെ വേണ്ടി വരും കേട്ടോ. ബാക്കി ബാലൻസ് വരുന്ന തുണിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് വൈസ് ആണ് നിങ്ങൾ ടോപ്പ് ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 44 ഇഞ്ചാണ്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ടോപ്പിന് ഒരു 42 ഇഞ്ച് ഇറക്കം ഉണ്ടാവും. അപ്പൊ അത് മതി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്റർ ക്ലോത്ത് എടുക്കേണ്ട, 2.5 മീറ്റർ എടുത്താൽ മതി കേട്ടോ. നമ്മൾ വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത് വൈസ് ആണ് മടക്കുന്നത്. ബാക്കി വരുന്ന ക്ലോത്തിനെ കറക്റ്റ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ലെങ്ത് വൈസ് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഭാഗത്തേക്ക്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പാർട്ടായിട്ടാണല്ലോ ഇട്ടേ. അപ്പൊ ഒരു ഭാഗത്തേക്ക് മാത്രം കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 52 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ തയ്ച്ച് വരുമ്പോൾ 50 ഇഞ്ച് ലെങ്ത് കിട്ടും. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവെടുത്തിട്ട് ബാക്കി തുണി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ 52 ഇഞ്ച് അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. ലെങ്ത്തിനനുസരിച്ചിട്ട് തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഞാൻ അതിന്റെ നടുവശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ തന്നെയാണ് കട്ടിങ്. അതുകൊണ്ടാണ് ഇതേപോലെ രണ്ടാക്കിയിട്ട് മാറ്റുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ബാക്കിലേക്കുള്ള കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബാക്കിലെ പീസാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ പീസ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഞാൻ തുണീനെ, അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ 52 ഇഞ്ചാണ് ലെങ്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ തുണിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അപ്പൊ അതിനെ മടക്കി ഇടുന്ന സമയത്ത് നമുക്ക് 22 ഇഞ്ച് വിഡ്ത്ത് കിട്ടും. അപ്പൊ എ ലൈൻ കുർത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും വിഡ്ത്ത് ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പാനൽ ചെയ്യണം. നമ്മൾ ഒറ്റ കട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ്, അതായത് നമ്മുടെ സൈഡ് വശം ഇങ്ങനെ ഇറങ്ങിയിരിക്കും ഒത്തിരി വിഡ്ത്ത് ഉണ്ടാവുമ്പോൾ. അപ്പൊ അതൊരു അഭംഗിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിഡ്ത്ത് കുറച്ച്, ഞാൻ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 18 ഇഞ്ച് വിഡ്ത്തിലാണ് തുണിനെ മടക്കിയിടുന്നത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ 18 ഇഞ്ച് വിഡ്ത്തിൽ തുണിനെ മടക്കിയിട്ടിട്ടുണ്ട്. 16 മുതൽക്ക് 20 ഇഞ്ച് വരെ എടുക്കാം. അതിൽ കൂടുതൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പാനൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വശം ഇങ്ങനെ ഇറങ്ങിയിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കും. മുകൾ വശം ഞാൻ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ, ആ ലെവൽ ചെയ്ത് വരച്ചിട്ടുള്ള ലൈനിന്റെ മുകളിലാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യുക. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 7 ഇഞ്ചാണ് ഷോൾഡർ. അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയെടുക്കണം. കാരണം നമ്മൾ കോളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് വരെ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും കോളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡറിന്റെ കൂടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ കേസിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതാണ് ചെയ്യുന്നതെങ്കിലും കോളർ കൊടുത്ത് ചെയ്യുന്ന എല്ലാ കുർത്തിയിലും എല്ലാ ഡ്രസ്സിലും ഷോൾഡർ സ്ലോപ്പ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ള ആളാണ്. എന്റെ അളവാണ് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ്, അതായത് നിങ്ങളുടെ ഷോൾഡർ എത്രയാന്ന് വെച്ചാൽ അതിലേക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂട്ടിയെടുക്കുക. ഈ ആം ഹോൾ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിലേക്കും നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ യോജിപ്പിച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇത് ബാക്കിലെ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലെ ആം ഹോൾ മാത്രം വരച്ചാൽ മതി. അപ്പൊ ഞാൻ ഇതേപോലെ ബാക്കിലെ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു 42 ബ്രസ്റ്റ് സൈസ് ഉള്ള ഒരാളുടെ അളവിലാണ്. പക്ഷെ നിങ്ങൾ അത് നിങ്ങളുടെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ഞാൻ ഇവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. ഇനി വേസ്റ്റ് ലെങ്ത് എടുക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ
ആംഗിൾ ആയിട്ട് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം ഹിപ്പ് പോയിന്റും കൂടി മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്യാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ 19.5 ഇഞ്ചിലാണ് വരുന്നത്. പോയിന്റിലേക്കുള്ള ലെങ്ത് 19.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 9 ഇഞ്ചാണ്. അവിടെയും 2 ഇഞ്ച് ഇതേപോലെ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്ത പോയിന്റിന് നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്തിന്റെ അടിഭാഗം താഴ്ഭാഗം നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്തിന്റെ അടിഭാഗം താഴ്ഭാഗം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് എക്സ്ട്രാ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് താഴേന്ന് നേരെ മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വേണം നമ്മൾ നേരത്തെ ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ള പോയിന്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജോയിൻ ചെയ്യാം. മാക്സിമം നമുക്ക് വിടുത്ത് കിട്ടുന്ന രീതിയിൽ, അതായത് ഫ്ലയർ കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വരയ്ക്കാം. നമ്മൾ വരച്ച അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ള ലൈനിലൂടെ വേണം, അതായത് നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത ലൈനിലല്ല, സീം അലവൻസ് മാർക്ക് ചെയ്ത ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത്, സൈഡിലൊക്കെ ഉള്ള ക്ലോത്ത് അങ്ങനെ തന്നെ എടുത്ത് വെക്കുക. കാരണം ഓൾറെഡി നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലേക്ക് എടുക്കുക. കാരണം ഫ്രണ്ടിൽ പ്ലീറ്റ് കൊടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ ഒരു പീസ് മാത്രം വേണം നമുക്ക് കോളർ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സിബൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് കൊടുക്കാം. ഞാൻ 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച്, അതായത് വണ്ണമുള്ള കൈത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇഞ്ച് 3.25 ഇഞ്ചൊക്കെ നെക്ക് വിഡ്ത്ത് കൊടുക്കാം. കാരണം ടൈറ്റ് ആയിട്ട് വരുന്ന കോളറാണ്. അപ്പൊ അത് നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. ബാക്കിലെ നെക്കിന് 1 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ ചൂടിൽ ഒരു 1 ഇഞ്ച് ഒക്കെ കൊടുത്ത് കുറച്ച് ലൂസ് ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു 1 ഇഞ്ച് ഇറക്കം ബാക്കിലെ നെക്കിന് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത അളവ് പ്രകാരം നെക്കും അതുപോലെ തന്നെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 18 ഇഞ്ചിൽ ക്ലോത്തിനെ മടക്കിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ അങ്ങനെയല്ല. ഫ്രണ്ടിൽ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കുക. അതായത് നമ്മൾ 44 ഇഞ്ചാണ് ക്ലോത്തിന് വിടുത്ത്. ആ ക്ലോത്തിന്റെ വിടുത്തിനനുസരിച്ചിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് എത്രയാണ് പ്ലീറ്റ് വേണ്ടത് എന്നുള്ളത് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ഇഞ്ചിന്റെ ഇട്ട് കൊടുക്കാം, 2 ഇഞ്ചിന്റെ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വേണ്ട കേട്ടോ. 1 ഇഞ്ച് ആകുമ്പോൾ തീരെ ചെറുതായിപ്പോ, അപ്പൊ അത് ഇത്ര കാണില്ല. അപ്പൊ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച്, 2.5 ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ എത്രയാണ് പ്ലീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പൊ 1.5 ഇഞ്ചാന്ന് പറഞ്ഞു. ഈ 1.5ന്റെ പകുതി 3/4 ഇഞ്ച് 3/4 ഇഞ്ച്, അതായത് സെന്ററിന് 2 സൈഡിലേക്കും 3/4 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. ബാക്കി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് 1.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡിഫറൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ സെന്ററിലുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് സെന്ററിന് നമ്മൾ 2 സൈഡിലേക്ക് 3/4 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്, പ്ലീറ്റ്സ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം നമുക്ക് സെന്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സെന്ററിന് 2 സൈഡിലേക്ക് 3/4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പ്ലീറ്റ്സിന്റെ സെന്റർ നമ്മൾ എടുത്തിട്ട് ആണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ കറക്റ്റ് പ്ലീറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. അതായത് മുന്നിൽ നിന്ന് കാണുമ്പോഴും 1.5 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടാവണം, ബാക്കിലും അതുപോലെ തന്നെ 1.5 ഇഞ്ച് ക്ലോത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര ഭംഗിയിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് മുന്നിൽ നോക്കുന്ന സമയത്ത് 1.5 ഇഞ്ചിന്റെ ക്ലോത്ത് ഉണ്ടാവണം, അതായത് 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ബാക്കിലും 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ് ഉണ്ടാവണം. സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് ആദ്യം മാർക്ക് ചെയ്ത പോയിന്റ് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലല്ല, മൂന്നാമത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക, പിൻ കുത്തി കൊടുക്കുക. ഞാൻ ഇതേപോലെ ഫ്രണ്ടില് 6 പ്ലീറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. മാക്സിമം സെന്റർ കിട്ടുന്ന രീതിയിൽ, അതായത് ക്ലോത്തിന്റെ സെന്റർ കിട്ടുന്ന രീതിയിൽ പ്ലീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 14 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഒരു 13 ഇഞ്ച് വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇത് ഓൾറെഡി പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാക്സിമം സെന്ററിൽ കിട്ടുന്ന രീതിയിൽ ഇട്ട് വെക്കുക. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് സെന്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ.
ആദ്യം ഇട്ട് വെച്ചിട്ടുള്ള പ്ലീറ്റിന്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. 13 ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുക്കുക. 13 ഇഞ്ച് ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ലോക്ക് ചെയ്യുക, ആ ത്രെഡ് കട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത പ്ലീറ്റും ഇതേപോലെ തന്നെ 13 ഇഞ്ച് വരെ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ആണ് മാക്സിമം സൈഡിലൂടെ കൊടുത്തെടുക്കുക, കട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ പ്ലീറ്റ്സും ഒന്ന് എടുക്കുക. ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സിന്റെ സെന്റർ വേണം. പ്ലീറ്റുകൾ തമ്മിൽ കറക്റ്റ് ഫോൾഡ് ചെയ്യുക കേട്ടോ. തുണിയിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. നമ്മൾ എത്ര സെന്റർ എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് എന്തായാലും മൈന്യൂട്ട് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പ്ലീറ്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ആക്കി വെച്ചിട്ട് അതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിലെ പീസിന്റെ സൈഡിലുള്ള അളവുകൾ പ്രകാരം നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇതിൽ ഓൾറെഡി നമ്മുടെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് ഓൾറെഡി നമ്മൾ ബാക്കിലെ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് ഇറക്കമായിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വൈഡായിട്ട് വരയ്ക്കണമെങ്കിൽ വൈഡായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കണമെങ്കിൽ അടുപ്പിച്ച് വരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വരയ്ക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ വരയ്ക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ആ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ജ്വല്ലറി പോലെ, അതായത് നെക്ലേസ് ഒക്കെ ഇട്ട പോലെ വന്ന് നിൽക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ 3 ഇഞ്ചിൽ നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യല്ലോ. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ചിലും കൂടി ഒന്നും കൂടി കുഴിച്ചിട്ട് കട്ട് ചെയ്യാം. കാരണം ഓരോരുത്തരുടെയും കഴുത്ത് ചിലപ്പം വണ്ണം ഉള്ളതായിരിക്കും, ചിലപ്പോൾ വണ്ണം ഇല്ലാത്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇനി കോളറും കൂടി വരുമ്പോൾ ടൈറ്റ് ആയിട്ടാണ് വരികയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കുഴിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഇതേപോലെ 4 മടക്കി കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം സ്ലീവ് അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് ജോയിൻ ചെയ്യുന്നുണ്ട്. അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെന്ററിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എത്രയോ വീഡിയോയിൽ എങ്ങനെയാണ് സ്ലീവ് ചെയ്യാന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്ലീവ് നിവർത്തിയിട്ട് നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക, അതല്ലെങ്കിൽ ചീത്തവശത്തിന് മുകളിൽ ചീത്തവശം ഒരേപോലെ വെക്കുക. ഒരേപോലെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഒന്നും കൂടി കുഴിച്ചിട്ട് കട്ട് ചെയ്യുക. ആ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക. കാരണം ഏതാണ് ഫ്രണ്ടിലെ പീസ്, അതായത് ഫ്രണ്ടിലേക്ക് കുഴിച്ച് വരച്ചത് ഏത് ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കട്ടിങ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്തപ്പം ബാക്കി ക്ലോത്ത് ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗം തേരുവശം അതാണ്, അതായത് നൂല് വലിയാത്ത വശമാണ്, തേരുവശമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം മടക്കി തയ്ക്കേണ്ട. ബാക്കി 2 സൈഡ്, താഴ്ഭാഗവും ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതേപോലെ 2 മടക്ക് മടക്കിയിട്ടൊന്ന് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കും. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പീസിന്റെ കറക്റ്റ് സെന്റർ ഒന്ന് കട്ട് ചെയ്യുക. എത്ര ലെങ്ത്തിലാണ് നിങ്ങൾ സിബ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ ഞാൻ 14 ഇഞ്ച് ലെങ്ത്തിലാണ്, അതായത് 14 ഇഞ്ചിലാണ് സിബ് കൊടുക്കുന്നത്. അപ്പൊ ആ 14 ഇഞ്ച് ലെങ്ത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റ് സെന്റർ വേണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മുടെ ബാക്കിലെ പീസ് എടുക്കുക. ബാക്കിലെ പീസിൽ ഓൾറെഡി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കറക്റ്റ് സെന്റർ വെക്കുക. എന്നിട്ട് സെന്ററിൽ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ആ സെന്ററിന് നേരെ താഴോട്ടേക്ക് നമ്മൾ 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ പീസ് നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശത്തിന് മുകളിൽ വെക്കുക. ഈ പീസിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സെന്റർ ടു സെന്റർ വെക്കുക. പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയിട്ട് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള ഈ പീസിൽ നമ്മൾ 14 ഇഞ്ച് ലെങ്തിൽ കറക്റ്റ് സെന്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ അരികിലൂടെ ആയിട്ട്, മാക്സിമം അരികിലൂടെ ആയിട്ട് എടുക്കുക കേട്ടോ. മാക്സിമം അരികിലൂടെ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ എത്തുമ്പോൾ അവിടെ നിർത്തുക. എന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ മാക്സിമം അടുപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതേപോലെ തന്നെ മാക്സിമം അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 2 ലൈനിങ്ങിന്റെ ഇടയിലൂടെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, മാക്സിമം അടുപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ത്രെഡ് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഈ പീസ് ഒന്ന് നിവർത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ പീസ് നമ്മുടെ നല്ല പീസിന്റെ അടിവശത്തായിട്ട് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ സിബ് എടുക്കുക.
സിബ് എടുക്കുന്ന സമയത്ത് ഇൻവിസിബിൾ സിബ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ഇൻവിസിബിൾ സിബ് ഉണ്ടായിരുന്നില്ല. പിന്നെ ടൗണിൽ പോകാൻ മടിച്ചിട്ട് ഞാൻ ഇതന്നെ എടുത്തതാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഇൻവിസിബിൾ സിബ് തന്നെ എടുക്കുക, അതാണ് കുറച്ചും കൂടി കാണാൻ ഭംഗി. എന്നിട്ട് ഈ സിബിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കുറച്ച് മുകളിലേക്ക്, ആ ഭാഗം വരുന്ന ഭാഗം, അതായത് ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ സിബിന്റെ വിഡ്ത്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് അടുപ്പിച്ചിട്ട് നമ്മൾ ഇതേപോലെ പിൻ കുത്തിയെടുക്കുക. രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ പിൻകുത്തി എടുക്കുക കേട്ടോ. പിന്നെ ഇൻവിസിബിൾ സിബ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫോട്ടർ ഇട്ട് കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരും. ഇവിടെ നമുക്ക് ഇൻവിസിബിൾ സിബ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ സിംഗിൾ ഫോട്ടർ ഇട്ട് കൊടുക്കുന്നില്ല. സിംഗിൾ ഫോട്ടർ 2 സിബ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫോട്ടർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് മാറ്റി ഇടാനും മടിച്ചിട്ട് ഞാൻ ഇടുന്നില്ല. സിബ് ഓപ്പൺ ചെയ്യുന്ന ഭാഗം മുകളിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്, അതായത് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാം, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സിബ് ഉള്ളത് കൊണ്ട് തന്നെ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ സെന്ററിൽ എത്തുന്ന സമയത്ത് അവിടെ ഒന്ന് ഇറക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ സിബിന്റെ ഭാഗം ഒന്ന് തുറന്നു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത്, അതായത് എക്സ്ട്രാ സിബുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യാം. അത് നീ ഉള്ളോട്ടേക്ക് മടക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളോട്ട് മടക്കി തയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാം, പക്ഷെ തയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ കോളർ വെച്ചിട്ട് ഫിനിഷ് ചെയ്യും. സിബ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിബ് കിട്ടും. ഇൻവിസിബിൾ സിബ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്ഷൻ ആണ്. പിന്നെ അതിന് ഇപ്പം നമ്മൾ ഡബിൾ ഫോട്ടർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അത് സിംഗിൾ ഫോട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ അടുത്തായിട്ട്, അതായത് ഇപ്പൊ കുറച്ച് വിട്ടിട്ടല്ലേ സ്റ്റിച്ച് ഇരിക്കുന്നത്, ഇപ്പൊ സിംഗിൾ ഫോട്ടർ വെച്ചിട്ട് തൊട്ടടുത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ആം ഹോൾ തന്നെയാണ് കട്ട് ചെയ്തത്. അത് ഫ്രണ്ടിലെ ആം ഹോൾ ആയിട്ട് കുഴിച്ച് കട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് വരച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പീസിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി സിബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് കറക്റ്റ് ഇതേപോലെ സെന്റർ ആക്കിയിട്ട് പിൻ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ വേണം. അത്യാവശ്യം ലെങ്ത്തും വിടുത്തുള്ള ഒരു ക്യാൻവാസ് പേപ്പർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. താഴ്ഭാഗം ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ലെവൽ ചെയ്ത പോയിന്റിൽ വേണം നമ്മൾ ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററും, അതായത് ക്യാൻവാസ് പേപ്പർ ഫോൾഡ് ചെയ്ത ഭാഗവും നമ്മുടെ ടോപ്പ് ഫോൾഡ് ചെയ്ത ഭാഗവും ഒരേ ലെവലിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാൻ പാടില്ല കേട്ടോ. കറക്റ്റ് ഇതേപോലെ വെക്കുക. അവിടെ ഒരു പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടോപ്പ് വരിക. അതിന് കറക്റ്റ് അങ്ങനെ വിടാണ്ട് നമ്മൾ കുറച്ചൊന്ന് വിടർത്തിയിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതേപോലെ വെക്കുക. മാക്സിമം ചുളിവുകൾ ഇല്ലാതെ, അതായത് നമ്മളെ ടോപ്പിൽ ചുളിവുകൾ ഇല്ലാതെ മാക്സിമം ഇതേപോലെ നമ്മൾ വെക്കുക. എന്നിട്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻ ഉപയോഗിച്ചിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഈ കറക്റ്റ് അളവാണോ എന്ന് നോക്കിയിട്ട് ആ അളവൊന്ന് ഇതേപോലെ എൻഡിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ 1 ഇഞ്ചിന്റെ കോളറാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റിന് നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. കറക്റ്റ് ആ പോയിന്റ് അതേപോലെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് വരയ്ക്കുക. കറക്റ്റ് നമ്മുടെ കോളറിന്റെ ആ എൻഡിൽ എത്തുന്ന ആ പോയിന്റ് വരെ നമ്മൾ, അതായത് സിബ് അടക്കം വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സിബ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പൊ സിബ് വരെയുള്ള അളവ് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ എൻഡ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ വരച്ച അളവ് പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ കൂടി ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിലും ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഈ കർവ് ചെയ്ത ഭാഗം അല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, കർവ് ചെയ്ത ഭാഗം അല്ലാത്ത ഭാഗമാണ് നമ്മുടെ കറക്റ്റ് അളവ്. ആ ഭാഗമാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ ഭാഗം ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. മടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചുളിവുകളൊന്നും വീഴരുത്. പെർഫെക്റ്റ് ആയിട്ട് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് സൈഡ് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു ക്ലോത്ത് വേണം. ആ ക്ലോത്തിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തിട്ടുള്ള നമ്മുടെ കോളറിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. ബാക്കി 3 ഭാഗമുണ്ട്. ആ ഭാഗം
ബാക്കി 3 ഭാഗവും ഈ ക്ലോത്ത് ഉൾപ്പെടെ, അതായത് ഈ ക്ലോത്തും കൂടി ചേർത്തിട്ട് ബാക്കി 3 ഭാഗവും നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആ ഷേപ്പിന്റെ അടുത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. നിങ്ങൾ വെച്ചിട്ടുള്ള ക്ലോത്ത് തോനെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ഞാനിവിടെ കറക്റ്റ് അടുപ്പിച്ചിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് കട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിനൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 3 ഭാഗം ഒന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിൽ നമ്മുടെ ക്യാൻവാസ് പേപ്പർ കറക്റ്റ് വന്ന് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ ഒന്ന് ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിൽ കൊള്ളാതെ നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. കാരണം നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തുക. എന്നതിന് ശേഷം ഒരു 1/2 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈൻ കഴിഞ്ഞിട്ട് അതേ ഷേപ്പിൽ ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് എടുക്കുക. ടോപ്പിന്റെ ചീത്ത വശം, എന്നിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ എവിടെയാ വരുന്നത്? നമ്മുടെ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ആ ഭാഗത്താണ് കറക്റ്റ് സെന്റർ വരിക. അപ്പൊ സെന്റർ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് സെന്ററിന്റെ മുകളിൽ നമ്മളിപ്പോ ചെയ്തിട്ടുള്ള കോളറിന്റെ കറക്റ്റ് സെന്റർ വെച്ച് കൊടുക്കുക. അതായത് ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച പീസ് അല്ല, ഒട്ടിക്കാത്ത പീസ് ഉണ്ടല്ലോ, നമ്മൾ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തില്ല, ആ പീസ് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? പിൻ കുത്തി കൊടുക്കണമെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് സെന്ററിന് ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സിബ് കൊടുത്ത ആ ഭാഗം കറക്റ്റ് ആയിട്ട് കൊള്ളുന്ന രീതി വരെ വന്ന് നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഇതുപോലെ വന്നിട്ടുണ്ട്. സെയിം ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെന്ററിന് അടുത്ത സൈഡിലേക്കും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഷോൾഡറിന്റെ ഭാഗം, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം അവിടേക്ക് എത്തുന്ന സമയത്ത് അതേപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഭാഗം, നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗം, അവിടെയൊക്കെ ചുളിവുകൾ വരാൻ നിറയെ സാധ്യതകളുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് മെല്ലെ സമയം എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സ് നല്ല ഭാഗത്തേക്ക് എടുക്കുക. അപ്പോൾ കോളർ ഓൾറെഡി നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സിബിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കറക്റ്റ് മുകളിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ സെന്ററിന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരു അറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ചുളിവുകൾ വീഴാതെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ബീഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോളർ വന്നിട്ടുണ്ട്. എവിടെയും ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സിബൊക്കെ അതിന്റെ ഉള്ളിൽ ഹൈഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിബിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബിന്റെ എക്സ്ട്രാ പോർഷൻ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ ഹൈഡ് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. നമ്മുടെ ഷോൾഡർ ലൈനിന്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവിന്റെ സെന്റർ വെക്കുക. നല്ല പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പീസ് ഫ്രണ്ടിലേക്ക് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം വെക്കുക. എന്നിട്ട് സെന്ററിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം, പിന്നെ സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി സ്ലീവിന്റെ താഴ്വശം ഇതേപോലെ 2 മടക്ക് മടക്കിയിട്ട് സ്ലീവിന്റെ താഴ്വശം ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ താഴ്വശം മടക്കി തയ്ക്കുക. അതും കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്ക് ഓപ്പൺ കോളർ വരുന്ന രീതിയിൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എയർലൈൻ കുർത്തിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചായി നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ട്, പക്ഷെ കുറെ വേറെ വീഡിയോസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയത്. അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.